ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു മീൻചാറ് വെക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മീൻചാറിൻ്റെ എന്തൊക്കെ ആവശ്യമുള്ള തിങ്സ് ആണെങ്കിൽ കാണിച്ചു തരാം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെന്തയം, വെല്ലുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പൂണ്ട്, മീൻ, പുളിവെള്ളം. അപ്പോൾ അതിന് ചട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ആക്കിയിട്ട് 4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെന്തയം 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെന്തയം നന്നായി ഒന്ന് കരുകുമ്പോൾ കരിക്കതിന് ശേഷം വെല്ലുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെല്ലുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴക്കണം കേട്ടോ. കാരണം വെല്ലുള്ളി ഒന്ന് എന്താ പറയുക, ഇത്തിരി ഒന്ന് ബ്രൗൺ ഷെയ്ഡ് പോലെ ആയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി, പൂണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടി. അത് വെല്ലുള്ളി ഒന്ന് വണങ്ങാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വണക്കി കൊടുത്ത് പെട്ടെന്ന് എന്താണ് വെല്ലുള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായിട്ട് വരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായിട്ട് നന്നായിട്ട് വരണ്ട, ഒരു ലേശം ബ്രൗൺ ഷെയ്ഡായി വന്നതിന് ശേഷം പൂണ്ട് ഇട്ട് കൊടുക്കുക. പൂണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കാം കേട്ടോ. നന്നായി വണക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. 4-5 പച്ചമുളക് ഇട്ടെടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ വണക്കാം. നന്നായിട്ടൊന്ന് വണക്കണം കേട്ടോ, കാരണം പച്ചമുളകൊക്കെ നന്നായി ചൂട് തട്ടിയിട്ട് അതിലാവണം. എന്നിട്ട് പച്ചമുളക് നന്നായി വണക്കിയതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി മുറിച്ച് വെച്ച തക്കാളി അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി വണക്കാം കേട്ടോ. അത് നന്നായി വണക്കിയിട്ട് പേസ്റ്റ് പോലെ ആവണം. ആ തക്കാളി നമുക്ക് കുത്തി കൊടുക്കാം. നന്നായിട്ട് തന്നെ വണക്കണം. വണക്കിയിട്ട് നന്നായി പേസ്റ്റ് പോലെ ആവണം. ചൂടൊക്കെ തട്ടിയിട്ട് അത് നന്നായി വണങ്ങുമ്പോൾ കറക്റ്റ് പേസ്റ്റ് പോലെ ആയിക്കോളാം. ആ പേസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ എന്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തേണ്ടത് കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ നന്നായിട്ട് വണക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് എന്താ പറയുക, വണക്കിയിട്ട് പേസ്റ്റ് പോലെ ആയതിന് ശേഷം നമുക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൗഡർ. അതുപോലെ സാമ്പാർ പൗഡർ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ ടേസ്റ്റും അതുപോലെ തന്നെ മീൻചാറിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഇരിക്കട്ടെ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മീൻചാറ് അത്ര തന്നെ. അപ്പോൾ മീൻ ഏതാ ചോദിച്ചാൽ ചൂല മീനാണ്. അപ്പോൾ നമ്മൾ തക്കാളി അതുപോലെ നന്നായിട്ട് വണങ്ങിയിട്ട് വന്നിട്ടുണ്ട് പേസ്റ്റ് പോലെ. എന്നിട്ട് നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് എത്രയാണോ മുളക് പൊടി ചേർക്കാൻ താല്പര്യം അത്ര നിങ്ങളുടെ ഒരു ഇതിന് ചേർത്തിയാൽ മതി. നമുക്ക് 3 ടീസ്പൂണോളം ഇടണം കേട്ടോ, കാരണം ഇവിടെയൊക്കെ എരിവ് വേണം, നിങ്ങൾക്കൊക്കെ എരിവ് വേണം. എന്നതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വണക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിടുന്ന സീന് ജസ്റ്റ് ഒന്ന് കട്ടായി പോയി, അതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആ മസാല ആ ചൂട്ടോടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം, നമ്മൾ ആക്കി വെച്ച പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കണം. എന്നിട്ട് വേണം നമ്മൾ പുളിവെള്ളം ഒന്ന് ഒഴിക്കാനായിട്ട്. നന്നായിട്ട് കട്ടിയുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കട്ടിയുള്ള നമുക്ക് പുളിവെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം. എന്നതിന് ശേഷം ഒന്നും കൂടി നമുക്ക് വൃത്തിക്ക് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ലേശം ഒന്ന് കമ്മിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ലേശം എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പും അതുപോലെ തന്നെ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ സാമ്പാർ പൗഡർ ഞാൻ പറഞ്ഞു സാമ്പാർ പൗഡർ ഇടണമെങ്കിൽ ഇടാം. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊരു ടേസ്റ്റിന് വെറുതെ ഒന്ന് ഇട്ടതാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം നേരത്തെ ഉപ്പിട്ട് കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്താണ്. എന്നിട്ട് ലേശം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് പൂട്ടി വയ്ക്കുക. എന്നിട്ട് പൂട്ടി തുറന്നതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴുകി വെച്ച മീൻ എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളയ്ക്കുമ്പോൾ ആ ചാറ് അങ്ങനെ മീനിൻ്റെ ഉള്ളിൽ പോയി അടിപൊളി ടേസ്റ്റായിട്ട് അങ്ങോട്ട് പിടിക്കും കേട്ടോ മീനിലേക്ക്. കാരണം പുളിയും ഉപ്പും മുളകും ഒക്കെ പാടായിൽ പിടിച്ച് ഭയങ്കര ടേസ്റ്റായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു കറിവേപ്പിലേൻ്റെ ലീഫ് നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, മണവും അതുപോലെ ടേസ്റ്റൊക്കെ വരാനായിട്ട്. അപ്പോൾ കഴിഞ്ഞു, ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ മീൻചാറ്. അപ്പോൾ ബൈ ബൈ.